കിണറിൻ്റെ ഒരു ഭാഗം ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വഴിക്ക് കയറി ഈ കാട്ടിലേക്ക് വിടുക എന്നുള്ളതായിരിക്കും. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇന്നലെ തന്നെ 2 ആനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാനയാണ് ഊർങ്ങാട്ടിരിയിലെ ഈ കിണറ്റിൽ വീണത്. മറ്റൊരാന ഈ പ്രദേശത്തേക്ക് ഉണ്ടാവുമെന്നുള്ളത് രാവിലെ തന്നെ ഇവരൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിരാവിലെ ഇവിടെ എത്തിയപ്പോൾ ഉള്ളൊരു കാഴ്ച, ഞാനൊരു 6 മണിക്ക് ഞാനിവിടെ എത്തിയതാണ്. ആ സമയത്തുള്ള ഒരു കാഴ്ച, ആളുകൾ പേടിച്ച് ഇവിടെ തീ കായാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റുള്ള ഒരു ആന ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് അവർ കരുതുകയൊക്കെ ചെയ്തിരുന്നു. 7 ആനകൾ ആണ് ഈ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വ്യാപക പരാതിയുള്ളത്. അതുതന്നെയാണ് അവർ ഇന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മെമ്പറുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ ഒരു ആനക്കലിക്കെതിരെയുള്ള പ്രതിഷേധം അതിശക്തമായി നടന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ 2 ആദിവാസി കുടുംബങ്ങളിലുള്ള 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതും ഈ കാട്ടാന ആക്രമണത്തിലാണ്. ഇപ്പോൾ അതിൽ മറ്റൊരു വശം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാട്ടാന ഇവിടെ കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണിരിക്കുന്നത്. അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഒരു മുൻഗണന എന്നുള്ളതാണ് DFO അറിയിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഈ തൽക്കാലം അതിൻ്റെ ജീവൻ രക്ഷിച്ച് ഈ കാട്ടിലേക്ക് വിടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് ഇവിടെ കടന്നിരിക്കുന്നു. ഇത് ഊർങ്ങാട്ടിരിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. കാരുങ്കല്ല് എന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ആന കിണറ്റിൽ വീണിരുന്നത്. അതിനെ രക്ഷിക്കാൻ, പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ സംഘത്തിൻ്റെ പരിശ്രമം അതിൻ്റെ അന്തിമ ഇതിലേക്ക് കടക്കുകയാണ്, അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആന പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതങ്ങ് വിജയിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. അതിനുള്ള മണ്ണ് പരമാവധി മാറ്റിക്കൊടുത്ത് ആനയ്ക്ക് കയറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അതിനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മണ്ണ് പരമാവധി ഒഴിവാക്കുകയാണ് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസും RRTയും സന്നദ്ധ സംഘടനകളും ഇവിടെ സ്ഥലത്ത് അവർ മാത്രമാണുള്ളത്. അവർ ആ പ്രദേശത്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് ആ ശ്രമം അന്തിമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. SK. യെസ്, മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റാനുള്ള ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കിണറിന് സമീപത്തെ മണ്ണ് ഏതാണ്ട് ഏറെക്കുറെ നീക്കിയിട്ടുണ്ട്. അതിന് കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറി കാട്ടിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു വഴിത്താര ഉണ്ടാക്കുകയാണ് ഇപ്പോൾ. ആന സ്വന്തം നിലയ്ക്ക് കയറി വരാൻ ഉള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടത്തുന്നുണ്ട്. അത് പരാജയപ്പെടുകയായിരുന്നു. ഏതാണ്ട് 20 മണിക്കൂറിലേറെയായി ആ കാട്ടുകൊമ്പൻ ആ കിണറ്റിൽ അകപ്പെട്ടിട്ട് ആന ക്ഷീണിതനാണ്. അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പരിക്കുണ്ടാകാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്ററിനറി ഡോക്ടേഴ്സ് അടക്കം പറയുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അത് കര കയറാനുള്ള അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത ഭാഗത്തുകൂടി മുകളിലേക്ക് നീങ്ങാൻ ആന കുറേ സമയം പരിശ്രമിച്ചു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ പരാജയപ്പെട്ടു. വീണ്ടും അതിന് കാലുകൾ മുന്നോട്ട് വെച്ച് നീങ്ങി വരാൻ പാകത്തിന് മണ്ണ് നീക്കുകയാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ജാഗ്രതാ നിർദ്ദേശം ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ആളുകളോട് വീടുകളിൽ തന്നെ തുടരുക, പുറത്തേക്ക് ഇറങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ ആന കാട് കയറി കരയ്ക്കെത്തിയാൽ പിന്നെ അത് ഏത് തരത്തിലായിരിക്കും പെരുമാറുക എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി വേണം നാട്ടുകാർ പെരുമാറേണ്ടത്. അതുകൊണ്ട് വീടുകളിൽ തുടരുക എന്നാണ് നിർദ്ദേശം. ആന കര കയറാൻ വേണ്ടിയുള്ള അതിൻ്റെ ശ്രമം സ്വന്തം നിലയ്ക്ക് തന്നെ നടത്തുകയാണ്. JCB ഉപയോഗിച്ച് ഉണ്ടാക്കിയ വഴിത്താരയിലൂടെ മുന്നോട്ട് വരാൻ അത് കാലുകൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ സമയത്ത് ഈ പരിശ്രമം വിജയം കണ്ടേക്കാം എന്നാണ് തോന്നുന്നത്. അത് കര കയറാൻ ആ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് ആ മൺതിട്ടയിലേക്ക് അതിൻ്റെ കാലുകൾ എടുത്ത് നീട്ടി വയ്ക്കുന്നുണ്ട്. അത് നന്നേ ക്ഷീണിതനാണ്. 20 മണിക്കൂർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വീണതാണ്, ഇന്നലെ രാത്രി വൈകി എപ്പോഴോ വീണതാണ്. ഏതാണ്ട് 20 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. ആന വീണ്ടും അത് കരയിലേക്ക് കയറുന്നതിന് വേണ്ടി ആ വഴി ഉണ്ടാക്കിയ ഭാഗത്തുകൂടി അതിങ്ങനെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. പലതവണയായി ശ്രമിക്കുന്നു, ഇപ്പോഴും അത് വിജയിച്ചിട്ടില്ല. കുറച്ചുകൂടി അതിന് സൗകര്യം ഒരുക്കുക എന്നതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 60 അംഗ സംഘത്തെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ നാട്ടുകാരവിടെ ചില പരാതികൾ പറഞ്ഞിരുന്നു. ആ പരാതികളിൽ അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് വനം വകുപ്പ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൗത്യം രാത്രി തുടരുന്നത്. വീണ്ടും ആന ശ്രമിക്കുകയാണ്. വിപിൻ, ഇത്തവണ അതിന് കരയ്ക്ക് കയറാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ലേ? നിർഭാഗ്യം, വീണ്ടും അത് താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും കാണും വിപിൻ. വിജയ്
അതെ വിജയകുമാർ, ഒരു കുറച്ചുകൂടി താഴെയാണ് ഈ ആന ഉള്ളത്, ഒരു ചെറിയ ഒരു താഴെ കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു മണ്ണ് കൂടി മാറ്റിക്കഴിഞ്ഞാൽ ആനയ്ക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കയറി വരാമെന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈകൾ അവിടെ നിന്നുള്ള മണ്ണ് കുറച്ചുകൂടിയൊക്കെ മാറ്റി കൊടുക്കുകയാണ്. കാരണം ആന 2-3 തവണ കയറി വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ തുമ്പിക്കൈയൊക്കെ ഉപയോഗിച്ചൊക്കെ അത് കയറി വരാനുള്ള ഒരു മുന്നോട്ടായ എന്നുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതങ്ങ് വിജയിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ചെറിയ അതിൻ്റെ കാലുകളുള്ളത് കുറച്ചുകൂടി ആഴത്തിലാണ്. അവിടെ നിന്ന് ഒന്ന് കയറി വരാനുള്ള ഒരു പാട് മാത്രമാണുള്ളത്. നമ്മൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ അത് അവിടെ പൊളയുന്നുണ്ട്. ഒന്ന് പുറത്തേക്കൊന്ന് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. മണ്ണ് മാന്തി എടുത്ത് അവിടെ ഒരു ചാല് പോലെ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് വിജയകുമാർ, അത് എഴുന്നേറ്റ് നിൽക്കാനൊക്കെയുള്ള ഒരു ശ്രമം പോലെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെ കയറി വരാൻ സാധിക്കുമെന്നുള്ളത് ആക്കുന്നു. അങ്ങനെ ഈ 19 മണിക്കൂറിന് ശേഷം ആനത പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. അങ്ങനെ ഒരു മിഷൻ ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഓണായത്. അപ്പോൾ എത്രയും വേഗം തന്നെ അതിന് പുറത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് കരുതിയിരിക്കുന്നു. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനപാലകരും പോലീസും ഉൾപ്പെടെയുള്ളവർ. കാരണം ഇത് പുറത്തേക്ക് നിൽക്കുകയാണ്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുന്നോട്ടായാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പിന്നെയും അത് അവിടേക്ക് തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കയറി വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇപ്പോഴേ ഏതാണ്ട് 20 മണിക്കൂറിലേറെ ആയിട്ടുണ്ട് ഈ കാട്ടുകൊമ്പൻ ആ കിണറിൽ വീണിട്ട്. അതിന് പരിക്കുണ്ടാകും, അത് ക്ഷീണിതനാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചു. അതിൻ്റെ മോശം ആരോഗ്യം കൂടി അതിന് സ്വന്തമായി കരകയറാനുള്ള ശ്രമത്തെ അതിനെ ബാധിക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? അത് നന്നായി അവശനായിട്ടുണ്ട്. വീണ്ടും അത് പരിശ്രമിക്കുന്നു, പക്ഷേ വീണ്ടും ആ കുഴിയിലേക്ക് തന്നെ അത് ഇറങ്ങിപ്പോവുകയാണ്. സ്വന്തമായി കരകയറാനുള്ള അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും മണിക്കൂറുകളായി ഈ വെള്ളത്തിൽ കിടക്കുകയാണ്, ആഹാരം കഴിച്ചിട്ടുണ്ടാകില്ല അതിന്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വീണ സമയത്തെ പരിക്കുകളൊക്കെ ആനയെ ബാധിക്കുന്നുണ്ട്. കരയ്ക്ക് കയറിയാലും അക്കാര്യത്തിൽ വലിയ നിരീക്ഷണം വേണ്ടി വരും അല്ലേ? അതെ, ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ തന്നെ ഉച്ചയ്ക്കൊക്കെ നല്ല ഊർജ്ജസ്വലനായിട്ട് കിണറിനുള്ളിലെ മണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ കൊമ്പ് കൊണ്ട് കുത്തുന്നതൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അത് നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഒരു അനക്കമൊന്നും അധികം ഉണ്ടാവാത്തൊരു സ്ഥിതിയായിരുന്നു കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ളത്. ഇപ്പോഴിതാ ഈ മണ്ണ് മാറ്റി കൊടുക്കുമ്പോഴും അതിനെ മുന്നോട്ട് ആഞ്ഞു വരാനുള്ള ഒരു കാലതാമസം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. പരമാവധി മണ്ണ് അവിടുന്ന് മാറ്റി കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ കാലെടുത്തൊന്ന് മുന്നോട്ടേക്ക് ആഞ്ഞു വരാനായി അതിനെ കുറച്ചുകൂടി ഒരു പ്രയാസം നേരിടുന്നു എന്നുള്ളതാണ്. കാരണം മണ്ണ് മാറ്റിയ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. തുമ്പിക്കൈയൊക്കെ ചുഴറ്റി ഒന്ന് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. ഇപ്പോഴും അത് അതേ സ്ഥിതിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി താഴെ ഭാഗത്താണ് ആന നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് മണ്ണ് അധികം മാറ്റേണ്ടി വരുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈ ആനയുടെ ദേഹത്ത് തട്ടാതെ നോക്കുകയും വേണം. അതിനാണ് ഒരു കോല് വെച്ചുകൊണ്ട് വനപാലകർ അക്കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 19 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ആന കിണറ്റിൽ വീണിട്ട്. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഊർജ്ജസ്വലത സ്വാഭാവികമായിട്ടും ആനയ്ക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന ജനങ്ങളുടെ വളരെ ഉറച്ച പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒടുവിലും അത് സാധിക്കില്ല, ഇവിടെ തന്നെ ആനയെ വിടാൻ കഴിയൂ എന്നുള്ള വനപാലകർ ഒരു തീരുമാനമെടുക്കുന്നതും അതിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. കാരണം മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പറ്റുന്ന അവസ്ഥയിലല്ല ആന എന്നുള്ളതാണ് ഡോക്ടർമാർ എത്തി പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. കാരണം അവശനാണ്. ആ അവശത എത്രത്തോളം ഉണ്ട് എന്നറിയാതെ മയക്കുവെടിക്ക് ഒരു തരത്തിലും ഇന്നിപ്പോൾ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് കയറ്റി അയച്ചതിന് ശേഷവും ഇവിടുത്തെ കാട്ടിലേക്ക് 2 കുങ്കിയാനകളെ കൊടുന്ന് പരീക്ഷിക്കുക. ഇന്നു മുതൽ തന്നെ RRTയുടെ 50 അംഗ സംഘത്തെ അവിടെ ഈ ഒരു പ്രദേശത്ത് ഇനിയും ആനകൾ വരുന്നുണ്ടോ എന്നതടക്കമുള്ളത് നോക്കുന്നതിനും ഇപ്പോൾ ഈ കിണറ്റിൽ കിടക്കുന്ന ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടി ഇവിടെ തന്നെ അവരെ നിർത്തുക. ഏകദേശം 50ഓളം പേരെ ഇവിടെ
ഇവിടെ നിയോഗിക്കുക എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾ ഈ RRT സംഘത്തിൻ്റെ ഒരു അവരുടെ ഒരു പരിശോധന ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചയെ തുടർന്ന് വനംവകുപ്പ് ഒരു ഉത്തരമായി കൊടുത്തിരിക്കുന്നത്, ഇവർക്കൊരു ഉറപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ നാളെ കുങ്കിയാനകൾ വരികയാണ്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചമാണെങ്കിൽ മാത്രം ഒരു മയക്കുവെടിയിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റൊരു ദേശത്തിലേക്ക് മാറ്റുക എന്നതിലേക്ക് കടക്കും. പക്ഷേ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു കണക്കിൽ അതിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ആന അവശനാണ് എന്നുണ്ടെങ്കിൽ നാളെയും ആ ഒരു മയക്കുവെടിയിലേക്കൊന്നും പോകുന്നതിനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടാവും, നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണന ആനയെ ഈ കിണറ്റിൽ നിന്നൊന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം രാവിലെയൊക്കെ അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയായിരുന്നു. രണ്ടു കൂട്ടരും അയവില്ലാതെ നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ആനയാണെങ്കിൽ കിണറ്റിലും. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മാറ്റവുമില്ലാതെ മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഈ ഒരു രക്ഷാദൗത്യം വൈകുകയും ചെയ്തിട്ടുള്ളത്. പുതിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഒരു ചുവട് കൂടി എന്ന് വെച്ചാൽ ഏറെ മുന്നോട്ട് വന്നതാണ് വീണ്ടും, പക്ഷെ അത് കുഴിയിലേക്ക് തന്നെ പോയി എന്ന് തോന്നുന്നു അല്ലേ? അതെ, മുന്നോട്ട് ഒന്ന് ആഞ്ഞു വന്നു, പക്ഷേ വീണ്ടും അത് പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി. ഈ ഏകദേശം ഒരു 8.5 മീറ്റർ മാത്രമാണ്, ഒരു 25 അടിയോളമുള്ള ഒരു ചെറിയ കിണറാണിത്. പക്ഷേ അതിൽ വെള്ളമുണ്ടായിരുന്നു. ആന വീഴുന്ന ഒരു സമയത്തും ആനയുടെ ഒരു കാൽഭാഗത്തിലേറെ വെള്ളം അതിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുടിക്കാൻ വെള്ളമെടുക്കുന്ന കിണർ കൂടിയാണ് ഈ കിണറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആനയ്ക്ക് പുറത്തേക്ക് വരാനുള്ള അതൊന്ന് ആഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും പുറത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ അത് താഴത്തേക്ക് തന്നെ പോകുന്നതായിരിക്കാം. ഒരു ചളി നിറഞ്ഞിട്ട് ആയിരിക്കാം ഉണ്ടാവുക. കാരണം വെള്ളമുള്ള കിണറായതുകൊണ്ട് തന്നെ ആ മണ്ണും കൂടി ആയതോടുകൂടി അവിടെ ചളി ആയിരിക്കാം. അപ്പോൾ അതിലിനി കാല് വെക്കുമ്പോൾ അതിന് മുന്നോട്ട് ആഞ്ഞു വരാൻ കഴിയാത്തതാണോ എന്നുള്ളത് കൂടിയുണ്ട്. JCB ഉപയോഗിച്ച് പരമാവധി മണ്ണ് മാറ്റി കൊടുക്കുകയാണ് ആ പ്രദേശത്ത്. ഇപ്പോഴത്തെ ഇത് പലവട്ടമായി ആന പുറത്തേക്ക് വരുന്നതിന് വേണ്ടി അത് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ പുറത്തേക്ക് വന്നാൽ തന്നെ അതിന് കൃത്യമായ ഒരു പാത ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 500 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഈ കാടിൻ്റെ ഭാഗത്തേക്കുള്ളത്. അതിലൂടെ ആനയെ അങ്ങ് കാട്ടിലേക്ക് വിടുക, ഇത്രയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മറ്റെല്ലാ വെളിച്ചങ്ങളൊക്കെ ഓഫ് ചെയ്ത് ആനയെ ആകർഷിക്കുന്ന എല്ലാ തരത്തിലുള്ളതും ഓഫ് ചെയ്ത് ആനയെ ഈ കാട്ടിലേക്ക് പതിയെ വിടുക. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാതയും ഒരുക്കി വനപാലകരൊക്കെ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉടൻ തന്നെ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എല്ലാ ആളുകളെയും ഒഴിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു രക്ഷാദൗത്യത്തിന് ഇപ്പോൾ തുടക്കം ഇട്ടിരുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറായിരിക്കുന്നു. അതിനുശേഷമാണ് ആനയും ഈ പാത വെട്ടി അത് കിണറിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗം കൂടി മണ്ണിന്ന് ഇടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വിജയകുമാർ കടന്നിരിക്കുന്നത്.